വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കീഴടക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-ാം വാക്യം. നമുക്കുടനെ കയറിച്ചെന്ന് അതിനെ കീഴടക്കാം, കാരണം നമുക്കതിനെ ജയിക്കാൻ കഴിയും. വിശ്വാസിയായ ഒരാൾ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ ധൈര്യത്തോടെ വിജയത്തിലേക്ക് നടക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പർവ്വതങ്ങളെ നീക്കി കടലിലെറിയാൻ പോലും ആജ്ഞാപിക്കാൻ കഴിയും. കാനാൻ ഒറ്റുനോക്കാൻ മോശ അയച്ച 12 നേതാക്കളിൽ 10 പേർ പരാജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവർ മല്ലന്മാരെ കണ്ടു, പക്ഷേ ആകാശത്തെയും ഭൂമിയെയും ഭരിക്കുന്ന കർത്താവിന്റെ മഹത്വം കാണാൻ പരാജയപ്പെട്ടു. എന്നാൽ യോശുവയും കാലേബും ദേശത്തെ വ്യത്യാസമായി കണ്ടു. അവർ അതിനെ കീഴടക്കാൻ കഴിയുന്ന ഒരു ദേശമായി കണ്ടു. ദൈവത്തോടുള്ള അവരുടെ വിശ്വാസവും ഭക്തിയും അവരുടെ ദർശനത്തെ രൂപപ്പെടുത്തി. ഇന്നും 2 തരം വിശ്വാസികളെ നമുക്ക് കാണാം. ഒരു കൂട്ടം സാത്താന്റെ ശക്തിയെ ഭയന്ന് വിറയ്ക്കുന്നു. മറ്റൊരു കൂട്ടം യേശുവിനെ നോക്കുകയും ധൈര്യത്തോടെ വിജയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ അതിശക്തമായ സാധ്യതകൾ നേരിട്ട സമയങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ 13 ജനതകൾ അവർക്കെതിരെ എഴുന്നേറ്റു. ഇസ്രായേലിൽ ഏകദേശം 6 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. അതേസമയം അവരുടെ ശത്രുക്കൾ കോടിക്കണക്കിന് ആളുകളായിരുന്നു. മാനുഷികമായി പറഞ്ഞാൽ അത് അസാധ്യമായിരുന്നു. എന്നിട്ടും ഇസ്രായേൽ വിജയം ചിന്തിക്കാനും വിജയം പറയാനും തീരുമാനിച്ചു. അവർക്ക് വിജയം ലഭിച്ചു. ഇന്നും ചിലർ പറയുന്നു, ക്രിസ്തീയ ജീവിതം വളരെ കഠിനമാണ്, അവസാനം വരെ ഉറച്ചു നിൽക്കുക എന്നത് അപൂർവവുമാണ്, ആത്മാക്കളെ നേടുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റുള്ളവർ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നാം ജയിക്കും. ഇന്ത്യയിൽ പുനരധിജീവനം ഉണ്ടാകും. നമ്മൾ ഈ ജനതയെ കർത്താവിന് വേണ്ടി ജയിക്കും. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെടുന്നു? കാനാൻ ദേശത്ത് ഭൂരിപക്ഷം പേരും ഒരു നെഗറ്റീവ് റിപ്പോർട്ട് പ്രചരിപ്പിച്ചു. 12-ൽ 10. എന്നാൽ ന്യൂനപക്ഷം വിശ്വാസം വഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അടുത്തു നിൽക്കുക. കർത്താവിന്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നവർ, ധൈര്യശാലികളും ധീരരുമായവർ, വിജയം പ്രഖ്യാപിക്കുന്നവർ, യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ, അത്തരം ആളുകൾക്കൊപ്പം നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ കുലുങ്ങുകയില്ല. നെഹമ്യാവ് യെരുശലേമിന്റെ മതിലുകൾ പുനർനിർമ്മിക്കാൻ എഴുന്നേറ്റപ്പോൾ അവനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ച പലരും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവർ ധൈര്യത്തോടെ നിന്നു. ഒരു കൈയിൽ വാളും മറുകൈയിൽ പണിയലും. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മതിൽ പൂർത്തിയായി. ഇന്നും ദൈവരാജ്യം പണിയപ്പെടുന്നു. വിശ്വാസത്തിൽ എഴുന്നേൽക്കുന്നവരോടൊപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത്? അതോ പരാതിപ്പെടുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നവരോടൊപ്പമാണോ? ഒരു നിമിഷം ചിന്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 57-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 22-ാം അധ്യായം 47 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.